നമസ്കാരം. ഈ വാർത്തയിലേക്ക് കടക്കും മുമ്പ് ചില കാര്യം പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം എങ്ങനെയാണ് മാതാപിതാക്കളോടും അധ്യാപകരോടും എന്തിന് പൊതുസമൂഹത്തോടു കൂടി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബസ് സ്റ്റാൻഡിൽ കറങ്ങി നടക്കാതെ വീട്ടിൽ പോകാൻ പറഞ്ഞതിന് അതിഷ്ടപ്പെടാതെ +2 വിദ്യാർത്ഥി ഒരു SIയെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിലാണ് സംഭവം. പത്തനംതിട്ട സ്റ്റേഷനിലെ SI ജിനുവിനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. തലയ്ക്കും കൈക്കും പരിക്കേറ്റ SI പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടാറുള്ള പത്തനംതിട്ട പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു ഈ സംഭവം സംഭവിച്ചത്. വിദ്യാർത്ഥിനികളെ കമൻ്റ് അടിക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് SIയും പോലീസുകാരനും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത്. ഈ സമയത്താണ് ഈ കറങ്ങി നടക്കുന്ന വിദ്യാർത്ഥിയെ കണ്ടുമുട്ടുന്നത്. വീട്ടിൽ പോകാൻ SI പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് തട്ടിക്കയറിയ വിദ്യാർത്ഥി ഇത് പറയാൻ താൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിലേക്ക് ആക്രോശിച്ചുകൊണ്ടെത്തുന്നു. എങ്കിൽ പിന്നെ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞ SI കുട്ടിയെ കയ്യിൽ പിടിച്ച് പോലീസ് ജീപ്പിന് അരികിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്താണ് പിന്നിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. താഴെ വീണ SIയുടെ തലയിൽ കമ്പ് കൊണ്ടടിക്കുകയും ചെയ്തു. പോലീസുകാരൻ്റെ സഹായത്തോടെ SI പിന്നീട് വിദ്യാർത്ഥിയെ കീഴടക്കി ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇയാൾ ലോക്കപ്പിൽ കിടന്നും വലിയ ബഹളമൊക്കെ വെച്ചു. മാനസിക വെല്ലുവിളി ഉണ്ടോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നും മാനസിക വെല്ലുവിളിയാണ് എന്ന് എഴുതിക്കളയരുത്. ഞാൻ ഈ പറയുന്ന ഒരു SIയോട്, നിയമം സംരക്ഷിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു SIയോട്, ഒരു സബ് ഇൻസ്പെക്ടറോട് ഇതാണ് പൊതുസമൂഹത്തിൽ ഒരു വിദ്യാർത്ഥി, ഒരു 14, 15 അല്ലെങ്കിൽ 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി കാണിക്കുന്നതെങ്കിൽ ഈ സമൂഹം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? കാരണം ഇപ്പോൾ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. ശിക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു വാക്ക് ഒന്ന് കടുത്ത രീതിയിൽ പറയുവാൻ കഴിയില്ല. പഠിക്കാത്തതിന് അല്ലെങ്കിൽ മാർക്ക് വാങ്ങിയത് കുറഞ്ഞതിന്, ഇതുമല്ലെങ്കിൽ ആ ക്ലാസ് റൂമിൽ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നതിന്, ഇല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ പുറത്തു കയറുന്നതിന്, അവരെ തല്ലുന്നതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ മുതിർന്ന അധ്യാപകരോ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളോട് ഇടപെട്ടാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് പാലക്കാട് പോലുള്ള ഒരു നഗരത്തിൽ നടന്ന സംഭവം. പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് ഒരു +1 വിദ്യാർത്ഥി കയറി വന്നിട്ട് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭീഷണി സ്വരം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് മറക്കാൻ കഴിയുന്നില്ല. ഓരോ അധ്യാപകരെയും പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വിദ്യാർത്ഥി സമൂഹമായി മാറുന്നു. ഇതിനെ പിടിച്ചു നിർത്തേണ്ടതാണ്. ഇവിടെ മാനസിക വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞ് ഒതുക്കിക്കളയരുത്. ലഹരി ഉപയോഗത്തിൻ്റെ വല്ലാത്ത ഒരു ചേരിയായി വിദ്യാർത്ഥി സമൂഹം മാറുന്നു എന്നുള്ളതാണ്. സ്കൂൾ കലാലയ അന്തരീക്ഷങ്ങളിലും കലാലയ മേഖലകളിലുമൊക്കെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വല്ലാതെ കൂടുന്നുണ്ട്. മാതാപിതാക്കളെ തല്ലുന്ന ഇതേ വിദ്യാർത്ഥികൾ, അധ്യാപകരെ തല്ലുന്ന ഇതേ വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഇതാ നിയമപാലകരെ തല്ലുന്ന അതേ വിദ്യാർത്ഥികൾ. ഇങ്ങനെയുള്ള വിദ്യാർത്ഥി സമൂഹത്തിനെ നിലയ്ക്ക് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് ഇവരെ മാറ്റിക്കൊണ്ടുവരേണ്ടത് തന്നെയാണ്. ഒരു പുതിയ സംവിധാനം, ഒരു വിദ്യാഭ്യാസ ശൈലി രൂപീകരിക്കേണ്ടതല്ലേ? സമൂഹത്തിന് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ? നിയമപാലകരെ കൈവയ്ക്കുന്ന, മാതാപിതാക്കളെ കൈവയ്ക്കുന്ന, അധ്യാപകരെ കൈവയ്ക്കുന്ന ഇത്തരം വിദ്യാർത്ഥികൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ കൊടുക്കുക തന്നെ വേണം.